Ready, 1, 2, 3, start. ഒരുപാട് തമാശകളും ഒരു കെട്ട് മണ്ടത്തരങ്ങളുമായി ഒരു ലേഡീസ് ഉള്ളിൽ വിയറ്റ്നാം യാത്ര. അപ്പൂപ്പൻ താടി ഓർഗനൈസ് ചെയ്യുന്ന ഒരു ലേഡീസ് ഉള്ളിൽ ട്രിപ്പാണിത്. കൊച്ചിയിൽ നിന്ന് വിയറ്റ്ജെറ്റ് കയറി നേരെ ഹോച്ചിമിൻ സിറ്റിയിൽ ലാൻഡ് ചെയ്തു. അവിടുന്ന് നേരെ സിറ്റി ഓഫ് ലേക്സ് എന്നറിയപ്പെടുന്ന ഹനോയിലെത്തി. ഹനോയിയാണ് വിയറ്റ്നാമിന്റെ ടൂറിസ്റ്റ് ക്യാപിറ്റൽ എന്ന് തന്നെ പറയാം. വിയറ്റ്നാമിലെ ട്രാഫിക് സീൻ ഇത്തിരി കടുപ്പമാണ്. ദേ കണ്ടോ? ഇതാണ് നമ്മളുടെ റൂം. ഇവരുടെ നാഷണൽ ഫ്ലവറായ ലോട്ടസ് ഒക്കെ ഉണ്ട്. വിയറ്റ്നാമിൽ വളരെ ചീപ്പായിട്ട് ചെയ്യാവുന്ന ഒരു സംഗതിയുണ്ട്. എന്താണെന്നറിയോ? നെയിൽ ആർട്ട്. ഞാൻ വന്ന പാടെ അടുത്തുള്ള നെയിൽ സലൂണൊക്കെ തപ്പി ഇറങ്ങി. ഇവിടെയാണെങ്കിൽ മുക്കിന് ഇങ്ങനത്തെ നെയിൽ സലൂൺസ് അവൈലബിൾ ആണ്. അറൗണ്ട് നമ്മുടെ ഒരു 1700 ഒക്കെ വരും. കുറച്ച് കോംപ്ലക്സ് ഡിസൈൻ ഒക്കെ ചെയ്യാം. സോ നമ്മൾ വിയറ്റ്നാമിലെത്തി. അപ്പം നെയിൽ ആർട്ട് ചെയ്യാൻ വിചാരിച്ചു. ക്രിസ്മസ് തീം ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട്. So it's welcoming. Chào mừng. Chào mừng bạn đến Việt Nam. Okay. Yeah. വിയറ്റ്നാമിൽ വന്ന് ഫസ്റ്റ് ഡേ നൈറ്റ് മാർക്കറ്റ് തപ്പി ഇറങ്ങിയതാണ്. കളർഫുൾ ആയിട്ടുള്ള വിയറ്റ്നാമീസ് കറൻസി. വിയറ്റ്നാം കറൻസി വീക്കാണ്. ₹1 ഏകദേശം 300 വിയറ്റ്നാം ഡോങ് വരും. സോ എല്ലാം ലക്ഷങ്ങളുടെ കണക്കാണ് ഇവിടെ. എല്ലായിടത്തും അങ്ങനെയാണോ? ആദ്യമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തലകറക്കം വരും. പൈനാപ്പിളിന് 50,000, കരിക്കിന് 20,000, അങ്ങനെ പോകുന്നു കണക്കുകൾ. 25,000 രൂപയുടെ ഇങ്ങനെയുണ്ട്. വേറെ മധുരം ഉണ്ടോ? അത് ചേച്ചി പറ്റിച്ചോ? ഒരു വെറൈറ്റി ടേസ്റ്റാണ്. എങ്ങനെയുണ്ട് രേണു? നല്ല മധുരമുണ്ട്. ഇവിടുത്തെ നൈറ്റ് സീൻ വളരെ വൈബ്രന്റ് ആണ്. ലക്ഷങ്ങളുടെ കണക്കുമായി ഒന്ന് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷോപ്പിംഗ് തുടങ്ങാം. ഇവിടുത്തെ അമ്പലമാണെന്നാണ് നമ്മുടെ വിശ്വാസം. സുന്ദരിയായ ചേച്ചിയുടെ സുന്ദരിയായ പേരക്കല്ലേ? വേറെ സാധനമല്ലോ. പേരക്കാണ് കണ്ടത്. ഈ ചേച്ചിയെ കാണാൻ ഭയങ്കര ഗ്ലാമർ ആയിരുന്നു. അത് കേട്ടപ്പോൾ പിന്നെ ചേച്ചിയും വളരെ ഹാപ്പി. രാത്രിയിലെ ഭക്ഷണം എല്ലാം നിലത്ത് കുത്തിയിരുന്നു തിന്നണം. ശോഭയല്ലല്ലോ. സോഫി.
ഞങ്ങളടുത്ത് രണ്ടും കാണാതെ ഞാൻ പോയത് ഡിസംബറിലാണ്. സോ ഇവിടെ ക്രിസ്മസ് സ്ട്രീറ്റ് ഒക്കെ ഫുൾ സ്വിങ്ങിലായിരുന്നു. നൈറ്റ് മാർക്കറ്റിലാണ്. ഇതുണ്ടോ, ക്രിസ്മസ് സ്ട്രീറ്റ് ആണ്. ഫുൾ സാധനങ്ങളും ക്രിസ്മസിയാണ്. എന്നാ വെറൈറ്റി ഐറ്റംസ് ആയിരുന്നെന്ന് അറിയോ? നാട്ടിൽ ഇതിനോട് ക്ലോസ് ആയി നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ എക്സ്പ്രസ് മാർക്കറ്റ് മാത്രമേ ഉള്ളൂ. ഈ മാർക്കറ്റ് മൊത്തം ഒന്ന് മേടിച്ചാൽ കൊള്ളാമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ബാഗ് റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ. അതുമല്ല, ഫസ്റ്റ് ഡേ ആയതേ ഉള്ളൂ. ഇനി കൈ പൈസ വേണം. അതുകൊണ്ട് 2-3 ഐറ്റംസ് ഒക്കെ വാങ്ങി ആഗ്രഹമൊക്കെ ഒതുക്കി. സോ ഈ കടയിൽ കയറി ഞാൻ കുറച്ച് അടിപൊളി സാധനമൊക്കെ സെലക്ട് ചെയ്തു. പക്ഷേ വില പേശി പുള്ളി ഞാൻ പറഞ്ഞ വിലയ്ക്കൊന്നും തരാൻ സമ്മതിച്ചില്ല. അപ്പം ഞാൻ കടയിൽ നിന്ന് ഇറങ്ങിപ്പോയൊക്കെ നോക്കി ഇവൻ തിരിച്ചു വിളിക്കുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ വിളിച്ചില്ല. സോ ഞാൻ തിരിച്ചു വന്ന് വാങ്ങിച്ചു. ഇവിടെ മെയിനായിട്ട് 2-3 കടകളുണ്ട്. ഇവിടെ എല്ലാം നല്ല ഡെക്കറേഷനാണ്. അതുമല്ല വെറൈറ്റി ക്രിസ്മസ് ട്രീസ് ഉണ്ട്. ഇവിടെ ബേസിക്കലി ആൾക്കാർ സാധനം വാങ്ങിക്കാൻ വരുന്നതിൽ കൂടുതൽ ഫോട്ടോഷൂട്ടിനാണ് വരുന്നത്. പെയ്ഡ് ഫോട്ടോഷൂട്ട്സ് വരെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ കണ്ട ഒരു സാധനമാണ് ഇവിടുത്തെ ഈ വലിയ ബോസ്. ക്രിസ്മസ് ഡെക്കറേഷൻ ഇത് അടിപൊളിയാണ്. മെറി ക്രിസ്മസ് എന്ന് വിയറ്റ്നാമീസിൽ എങ്ങനെയാ പറയുന്നറിയോ? സങ് സിങ് ഹുവേ. ഞാൻ പറഞ്ഞു ഒപ്പിച്ചെന്ന് തോന്നുന്നു.